വെൽക്കം ടു അവർ ചാനൽ പാച്ചുങ്കോവാലും. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഒരു തേയില ഫാക്ടറിയിലേക്ക് കേട്ടോ. പ്രിയദർശിനി ടീ മ്യൂസിയം എന്ന് പറഞ്ഞ തേയില ഫാക്ടറിയിലാണ്. അവിടെ എങ്ങനെയാണ് നമ്മൾ ചായപ്പൊടി പ്രൊഡക്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാൻ വേണ്ടി നമ്മൾ പോകുന്നത്. ചായ കുടിക്കുമെങ്കിലും ഒരിക്കലും ചായപ്പൊടി എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് ഇല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അതിലേക്കൊരു എത്തിനോട്ടമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ തേയില നിർമ്മാണത്തിലെ ഫസ്റ്റത്തെ പ്രോസസ്സാണ് വിതറിങ് ത്രൂ എന്ന് പറയുന്നത്. നമ്മൾ ഇവിടുന്ന് പറിക്കുന്ന തേയില കൊണ്ടുവന്നിട്ട് ഈ ഒരു കാണുന്ന സ്ഥലങ്ങളിൽ ഇട്ടിട്ട് ഒന്ന് ഹോട്ട് എയർ കൊടുത്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ ആ തേയിലേനെ ഒന്ന് വെള്ളമൊക്കെ മാറ്റിയിട്ട് ഒന്ന് റെഡിയാക്കി വിടും. അതിന് ഏകദേശം ഒരു 10 മുതൽ 12 മണിക്കൂർ വരെ സമയം എടുക്കും. അതിനുശേഷം നമ്മൾ ഈ കൺവെയറിലൂടെ ഇതിനെ അടുത്ത പ്രോസസ്സിലേക്ക് കിടത്തി വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ബാക്കിയുള്ള പ്രോസസ്സ് എന്താണെന്ന് നോക്കി നോക്കാം. നമ്മുടെ തേയില നിർമ്മാണത്തിലെ മെയിൻ മെഷീൻസൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് താഴെ കാണുന്നത്. നമ്മൾ അവിടേക്ക് പോയി നോക്കാം. മെഷീൻ്റെ പേരാണ് റോട്ടോവെയിൻ എന്ന് പറയുന്നത്. നമ്മൾ ആ മുകളിൽ നിന്ന് ഇട്ട് കൊടുത്ത തേയിലേൻ്റെ ഇലേനെ ഇത് ക്രഷ് ചെയ്തിട്ട് അതിനകത്ത് ജ്യൂസ് എല്ലാം എക്സ്ട്രാക്ട് ചെയ്യും. എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് ഈ ലീഫും ഈ ജ്യൂസും കൂടെ സോക്ക് ചെയ്യുക, അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് താഴേക്ക് നമ്മൾ അടുത്ത മെഷീനിലേക്ക് കയറ്റി വിടുകയാണ് ഇതിൽ നിന്ന് ചെയ്യുന്നത്. അടുത്ത മെഷീൻ്റെ പേരാണ് CTC മെഷീൻ എന്ന് പറയുന്നത്. ഈ CTC മെഷീൻ ചില 2 സെപ്പറേറ്റഡ് റോളേഴ്സ് ഉണ്ട്, മെറ്റൽ റോളേഴ്സ് ഉണ്ട്. ഒന്ന് സ്പീഡിലും കറങ്ങും, ഒന്ന് പയ്യേം കറങ്ങും. അപ്പോൾ 2 അൺഈക്വൽ സ്പീഡിൽ കറങ്ങുമ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്യുന്ന നമ്മുടെ തേയില ഉണ്ടല്ലോ, അതൊന്നുകൂടെ നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്യും, പിന്നെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യും, ഒന്ന് കേൾ ചെയ്യും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് എന്ത് ചെയ്യും, ഇതിനെ പിന്നെയും നമ്മൾ എന്ത് ചെയ്യും, നന്നായിട്ട് നൈസായിട്ട് അരച്ചെടുക്കും. ഈ അരച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ മാക്സിമം മോയ്സ്ചർ കളഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ നന്നായിട്ട് നമ്മൾ ആ റോളർ ചെറുതായിട്ടൊന്ന് ഹീറ്റും കൂടെ കൊടുക്കും. ഹീറ്റും കൂടെ കൊടുക്കുമ്പോൾ നമ്മുടെ ഈ അരിഞ്ഞു വരുന്നതിലെ മോയ്സ്ചർ മുഴുവൻ മാറ്റും. കാരണം മോയ്സ്ചർ ഉണ്ടെങ്കിൽ പിന്നെ ഇത് പെട്ടെന്ന് കേടായി പോകും. അതുകൊണ്ട് ഈ മോയ്സ്ചർ മുഴുവൻ മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇട്ടിട്ട് നമുക്കത് നോക്കുമ്പോൾ തന്നെ അറിയാം ആ റോളറിന് ചെറുതായിട്ടൊന്ന് ഹീറ്റ് ആവുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഗുണം എന്താ വെച്ചാൽ നമ്മുടെ മോയ്സ്ചർ കണ്ടൻറ്റ് മൊത്തത്തിൽ പോയിട്ട് നന്നായിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ഈ തേയില നന്നായിട്ട് ക്രഷാവും. അങ്ങനെ ക്രഷായാൽ മാത്രമേ നമുക്ക് ലാസ്റ്റുള്ള ഫൈനൽ നമുക്ക് എന്താ ചായപ്പൊടി കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ റോളേഴ്സിൽ കൂടെ ഇങ്ങനെ അരഞ്ഞ് നമ്മൾ അടുത്ത മെഷീനിലേക്കാണ് നമ്മുടെ ചായപ്പൊടിയുടെ നമ്മുടെ തേയിലയുടെ സഞ്ചാരം പോകുന്നത്. അടുത്ത മെഷീനിലേക്കാണ്. അവിടെ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കി നോക്കാം അല്ലേ. അടുത്ത നമ്മൾ ഈ കാണുന്ന വലിയ ടാങ്കിൻ്റെ പേരാണ് ഫെർമെൻറ്റിംഗ് ഡ്രം എന്ന് പറയുന്നത്. ഇത് നോക്കിയാൽ തന്നെ അറിയാം, ഒരു കോണിക്കൽ ഷേപ്പാണ്. അതായത് മേലേക്ക് കുറച്ച് ഹൈറ്റ് കൂടുതലാണ്, താഴേക്ക് ഹൈറ്റ് കുറവാണ്. അപ്പോൾ അവിടെ വരുന്ന ചായപ്പൊടി എന്ന് വെച്ചാൽ ഇതുപോലെ പയ്യെ റൊട്ടേറ്റ് ചെയ്ത് വളരെ സ്പീഡ് കുറച്ചും കൂടി വരും. അപ്പോൾ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിതിനെ നമ്മൾ അരച്ച് വന്ന ആ തേയിലേനെ നന്നായിട്ടൊന്ന് ഹീറ്റ് ചെയ്തിട്ട് അതിൻ്റെ ബൾക്ക് ഡെൻസിറ്റി കൂട്ടും. അതായത് നമ്മൾ കാണുന്ന പോലെ നമുക്കറിയാം, ഈ തേയില കണ്ടാൽ അറിയാം ഒരു ഉണ്ട പോലെയായി വരില്ലേ. അപ്പോൾ അത് ഈ അരച്ച് വന്ന സാധനത്തിനെ ഓരോ സെപ്പറേറ്റ് പാർട്ടിക്കിൾസായിട്ട് മാറ്റുകയാണ് ഈ ഫെർമെൻറ്റിംഗ് ഡ്രമ്മിൻ്റെ ഉദ്ദേശം തന്നെ. അപ്പോൾ അവിടെ നിന്ന് വരുന്ന തേയില ഇങ്ങനെ കണ്ടോ, ഈ കാണുന്ന പോലെ പയ്യെ റൊട്ടേറ്റ് ചെയ്ത് മേലേന്ന് താഴെ വരെ എത്തും. താഴെ എത്തിയിട്ട് അടുത്ത കൺവെയറിലേക്ക് വീഴും. അതാണ് അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇത് വളരെ പയ്യെ നടക്കുന്നൊരു പ്രോസസ്സാണ്. ഒരുപാട് സമയം എടുക്കും കേട്ടോ. ഇപ്പുറത്തേക്ക് ഈ തേയില എത്തിച്ചേരാൻ വേണ്ടി ഒരുപാട് സമയം എടുത്തതിന് ശേഷം നമ്മൾ ഈ കൺവെയറിലേക്കാണ് ഇത് പയ്യതാ ഇതുപോലെ വന്നു. നമ്മുടെ ആ കറക്റ്റായിട്ട് ആ ബൾക്ക് ഡെൻസിറ്റി ആയിക്കഴിഞ്ഞാൽ ആ തേയില എന്ത് ചെയ്യും, നമ്മൾ ഈ ഡ്രമ്മിൽ നിന്ന് ഈ കൺവെയറിലേക്ക് ഇതുപോലെ പയ്യെ വീണുകൊണ്ടിരിക്കും. ഇതിനി അടുത്ത പ്രോസസ്സിങ് സ്റ്റേജിലേക്കാണ് ഇനി പോയിക്കൊണ്ടിരിക്കുന്നത്. തേയിലപ്പൊടിക്ക് ഭയങ്കര ഹീറ്റായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഹീറ്റ് ലേശം ഒന്ന് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഒരു ലോങ് കൺവെയർ കൊടുത്തിട്ടുണ്ട്. ആ ലോങ് കൺവെയറിൽ കൂടെ പയ്യെ തേയില പൊടി ഇങ്ങനെ പയ്യെ പോകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, അതിനകത്ത് ഒരുപാട് കുറഞ്ഞിട്ട് നമുക്കൊരു ആവശ്യമുള്ള ഒരു മീഡിയം ഹീറ്റിലേക്ക് എത്തും. ഇവിടെ നിന്ന് ഈ കൺവെയറിലേക്ക് നമ്മൾ അടുത്ത ഒരു സെക്ഷനിലേക്കാണ് പോകുന്നത്. അത് കുറച്ചുകൂടി അടുത്ത റൂമിലേക്ക് കേട്ടോ. ഇതിനകത്ത് നമ്മൾ ഫ്ലൂയിഡ് ബെഡ് ഡ്രയർ എന്ന് പറയുന്ന ഒരു മെഷീനും കൂടിയുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മൾ ആ വരുന്ന തേയിലേനെ ഒന്നുകൂടെ ഹീറ്റ് ചെയ്തിട്ട് നമ്മളതിനെ വിവിധ ഗ്രേഡുകളായിട്ട് തരംതിരിക്കുന്നത് ഈ ഒരു മെഷീനാണ്. ഇവിടുന്ന് വരുന്ന തേയിലപ്പൊടിയാണ് നമ്മൾ സെപ്പറേറ്റ് ഗ്രേഡുകളാക്കി മാറ്റുന്നത്. അതിന് ഈ ഡ്രൈയിങ് പ്രോസസ്സിന് ഏകദേശം 16 മിനിറ്റോളം സമയം എടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ കൺവെയറിൽ കൂടെ ഇത് പോയിട്ട് നമ്മുടെ ഒരു ഇതിലേക്ക് വരും, ഒരു മെഷീനിലേക്ക് വരും. ആ മെഷീനിൽ നമ്മൾ ഓരോ ഗ്രേഡിലേക്കുള്ള ചായപ്പൊടികൾ തരംതിരിക്കും. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഓരോ സെപ്പറേറ്റ് ആയിട്ടുള്ള മോഡൽ ചായപ്പൊടികൾ വീഴുന്നറിയാം. അപ്പോൾ അത് ഓരോന്നും ഓരോ ഗ്രേഡാണ് കേട്ടോ. ഫസ്റ്റ് ഗ്രേഡ്, സെക്കൻഡ് ഗ്രേഡ്, തേർഡ് ഗ്രേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ഗ്രേഡുകളുണ്ട്. അതായത് സാധാരണ ചായപ്പൊടി തന്നെ. അല്ലാതെ ഹയർ ഗ്രേഡ് സാധനങ്ങളുണ്ട്, എക്സ്പോർട്ടിംഗ് ക്വാളിറ്റി വരുന്നുണ്ട്. അത് നമ്മൾ സെപ്പറേറ്റ് ആ തേയിലയുടെ ഇല ചൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് തന്നെ തരി കൂടിയും തരി കുറഞ്ഞതൊക്കെ ആയിട്ട് നമ്മൾ അതിനെ ഗ്രേഡുകൾ മാറ്റിത്തിരിക്കുകയാണ്. അതിനുശേഷം ഇതുപോലെയുള്ള വലിയ പാക്കിങ്ങുകളാക്കിയിട്ട് നമ്മൾ വലിയ എക്സ്പോർട്ടേഴ്സ് അല്ലെങ്കിൽ ഹോൾസെയിൽ ഡീലേഴ്സിന് അയക്കും. അവരാണ് വലിയ കമ്പനികൾക്ക് അയച്ചിട്ട് അവരാണ് നമുക്ക് പിന്നെ ബാക്കി നമ്മുടെ വീട്ടിലേക്ക് തന്ന ചെറിയ ചായപ്പൊടികൾ തന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.